നെടുമങ്ങാട് സംഘർഷത്തിൽ 3 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചതിലും CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ചതിലുമാണ് കേസ്. SDPIയുടെ ആംബുലൻസ് തകർത്തതിൽ ആരും മൊഴി നൽകിയില്ലെന്ന് പോലീസ് അറിയിച്ചു. ഗോപാൽ ശീലാസനൽ എത്തുന്നു നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, നെടുമങ്ങാട് സംഘർഷത്തിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സുജയ പാർവതി, ദീർഘനാളായി നമുക്കറിയാവുന്നതാണ് നെടുമങ്ങാട്, കായ്പാടി, അഴീക്കോട് മേഖലകളിൽ SDPIയും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി ആ സംഘർഷം മൂർച്ഛിക്കുകയും ഇരുഭാഗത്തെയും ആംബുലൻസുകൾ അടക്കം തകർക്കുകയും ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2 കേസുകളാണ് പ്രധാനമായും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, CPMന്റെ മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ദീപുവിനെ മർദ്ദിച്ച കേസാണ് ആദ്യത്തേത്. ഈ ദീപുവിനെ മർദ്ദിച്ചതിലാണ് ഇന്നലത്തെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ കേസിൽ റഫീഖ്, അതിനോടൊപ്പം തന്നെ നിസാം, സമദ് തുടങ്ങിയ 3 SDPI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കണ്ടാൽ അറിയാവുന്ന SDPI പ്രവർത്തകരെതിരെയും ഇതേ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറുവശത്ത് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ ആംബുലൻസ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കിടന്നിരുന്നു. ആ ആംബുലൻസ് കത്തിച്ചതിലും SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഏത് SDPI പ്രവർത്തകൻ എന്ന രീതിയിലേക്ക് വ്യക്തമാക്കിയിട്ടുള്ള ചില പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ SDPIയുടെ ആംബുലൻസ് തകർക്കുകയും സൈദലി എന്ന പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ വിഷയത്തിൽ ആ പരാതിയിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ പോലീസ് പറയുന്നത് SDPI ഇതുവരെ ഇതിന് ഔദ്യോഗികമായി പരാതി നൽകുകയോ മൊഴി നൽകാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും ഇപ്പോൾ ദീപു പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് ഇന്ന് വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും CPMന്റെ നേതൃത്വത്തിലും നെടുമങ്ങാട് നഗരത്തിൽ സംഘടിപ്പിച്ചത്. സുജിയ, വിവരങ്ങൾ നൽകിയത് ഗോപാൽ ശീലാസനലാണ്, തിരുവനന്തപുരത്ത് നിന്ന്.